ഒരു ടോപ്പും ഈ ഒരു പാൻറ്റും വെറും ആ ഒരു 300 സംതിങ് എന്തുകൊണ്ടും വേർത്താണ്. മസ്റ്റ് ട്രൈ ആണ്. അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് 399 രൂപയിൽ താഴെ വരുന്ന കുറച്ച് ഡ്രസ്സസ് ആണ് ഫ്രം മീഷോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ നീ ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗൗൺ ടൈപ്പിൽ വരുന്ന ഡ്രസ്സുകൾ വരുന്നുണ്ട്, അതേപോലെ കുർത്തി സെറ്റ്സ് വരുന്നുണ്ട്. എല്ലാം തന്നെ 399 രൂപയിൽ താഴെയാണ് വരുന്നത്. എല്ലാം തന്നെ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ഡ്രസ്സുകളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുർത്തി സെറ്റ്സ് വരുന്നുണ്ട്, അതായത് വിതൗട്ട് ദുപ്പട്ട ആണ് കേട്ടോ. ടോപ്പും പാന്റും ആയിട്ടുള്ള സെറ്റ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നീ ലെങ്ത്തിൽ വരുന്ന ടോപ്പ് വരുന്നുണ്ട്, അതേപോലെ ഗൗൺ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ 300 സംതിങ്ങേ വരുന്നുള്ളൂ. അതാണ് മെയിൻ ഒരു ഹൈലൈറ്റ്. എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിലും ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ഡ്രസ്സുകളായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു കുർത്തി സെറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുർത്തി സെറ്റ് ആണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു ബ്ലൂവില് വൈറ്റ് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു ഫ്ലെയർഡ് ടൈപ്പിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത്. ഒരു ഫ്ലെയർഡ് കുർത്തിയാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. സോ ഫ്രണ്ടിൽ ഇങ്ങനെ റോപ്പൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സൈഡിൽ ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ടാവും ഇതിന്റെ ഇട്ടിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫുള്ളൊക്കെ കാണുമ്പോൾ ഇതിന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോപ്പ് വരുന്നുണ്ട്, കണ്ടോ. പിന്നെ ഈ നെക്ക് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്ലീറ്റഡ് ആയിട്ട് ഇതാ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ബാക്കിലും വന്നിട്ടുണ്ട്. സോ നല്ല നീറ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്, നല്ല നീറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പാൻ്റാണ് ഇത് പ്ലെയിൻ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻ്റാണ്. എലാസ്റ്റിക് ഒക്കെ ആയിട്ട് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, ഭയങ്കര ലോക്കലായിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഇത്. അടിപൊളിയായിട്ട് തോന്നി. കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. നല്ല വർത്ത് ആയിട്ട് തോന്നി. 300 സംതിങ് 375 അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ ഓരോന്നിന്റെയും പ്രൈസ് ഞാൻ പറയുന്നില്ല, എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ 300ലും 399ലും ഉള്ളിലാണ് എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത്. സോ ഓരോന്നിന്റെ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സെറ്റ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് ഞാൻ പറഞ്ഞുതരാം. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളെ നോർമൽ ഫിറ്റിൽ തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. സോ XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് സെറ്റ് വന്നിട്ട് ഇതാണ്. വേർത്താണ്, ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ഗൗൺ ആണ്. എടുത്തു പറയേണ്ടത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൗൺ ആണ്. 300 സംതിങ്ങിന് ഇത്രയും ആ ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ഇത്രയും ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ അടിപൊളിയാണ്. സോ നല്ല മെറ്റീരിയൽ കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണ്, പക്ഷെ ഇത് ഭയങ്കര ലോക്കൽ ക്രേപ്പ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഫുൾ വൈറ്റിൽ ഇങ്ങനെ പൈനാപ്പിൾ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിന്റെ നെക്ക് ഞാൻ പറഞ്ഞല്ലോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം കഴിഞ്ഞതാണ്. സോ ഈ ഒരു ഫ്രണ്ടിൽ ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ഒരു കോളർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഷർട്ടിന്റെ ടൈപ്പിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത്ര വരെയാണ് ബട്ടൺ വന്നിട്ടുള്ളത്. പിന്നെ താഴോട്ടേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നല്ല ഭംഗിയുള്ള, നല്ല ഫിറ്റിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ അടിപൊളിയാണ്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത്. കണ്ട, ഇങ്ങനെ ബലൂൺ സ്ലീവായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. അപ്പൊ ഇട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആ ഒരു കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു സൈസ് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു ബെൽറ്റിന്റെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അതിടാനുള്ള ഒരു
എന്താ പറയുക, ഈ ഒരു സംഭവത്തിന് എന്താ പറയുക, ഇങ്ങനൊരു ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു സെയിം മെറ്റീരിയൽ വരുന്ന ഈ ഒരു റോപ്പ് പോലത്തെ ഈ ഒരു ബെൽറ്റാണ് വന്നിട്ടുള്ളത്. സോ അതും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെ ബെൽറ്റ് ഗൗൺസിൻ്റെ കൂടെ ആണെങ്കിലും ടോപ്സിന് ചില ബെൽറ്റ് വരണമെന്നും എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ എന്തോ എനിക്ക് ആ ഒരു ബെൽറ്റും കൂടി ഇട്ടിട്ട് കാണുമ്പോഴാണ് ആ ഒരു ഫുൾ ഭംഗിയിൽ എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. 300 എന്തുകൊണ്ടും പോത്താണ്, മസ്റ്റ് ട്രൈ ആണ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു ബ്ലാക്ക് ടോപ്പാണ്. ബ്ലാക്ക് കളേഴ്സിൽ വരുന്ന ടോപ്സ് ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എംബ്രോയിഡറി മൾട്ടി കളേർഡ് ആയിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഓറഞ്ച്, ഗ്രീന്, റെഡ്, ഒരു എന്താ പറയുക സിൽവർ ആ ഒരു കളറിൽ, പിന്നെ ഈ ആ ഒരു ഗ്രേ കളറ്, പിന്നെ ഈ ഒരു കാരമൽ ഷെയ്ഡിൻ്റെ കളറ്, അങ്ങനത്തെ കളേഴ്സൊക്കെ മിക്സ് ആയിട്ട് ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ടോപ്പാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായത് ഇതിൻ്റെ ഒരു സ്ലീവ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ ലൂസ് സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ചെണ്ട് എന്നല്ല, ഈ ഒരു സംഭവം ഇവിടെയും വന്നിട്ടുണ്ട്. സോ കണ്ടോ, ഈ ഒരു ചെണ്ട് പോലെ ഇവിടെയും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 350 റുപ്പീസാണ്, 345 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. സോ നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനത്തെ ടോപ്സ് ഇഷ്ടമാണെങ്കിൽ. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. XXL എനിക്ക് ആ ഒരു കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളെ സൈസ് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഇതിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. സോ ഇങ്ങനെ ഒരു റോപ്പ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. ഇങ്ങനെ കളർ ഇളകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട, ഇങ്ങനെ തന്നെ ഉണ്ടാവും, വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. സോ അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ആ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ മൾട്ടി കളർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ ആകുമ്പോൾ ഓൾസോ ഇതിൻ്റെ ഒരു ഫിറ്റിംഗ്, അതിൻ്റെ ഒരു ലൂസ് സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല അതിങ്ങനെ തന്നെ ഉണ്ടാവുമോ, കാരണം അതിൻ്റെ പ്രൈസും അതിൻ്റെ ഒരു പിക്ചറും കാണുമ്പം ആ ഒരു പ്രൈസിന് എന്തായാലും വലിയ ക്വാളിറ്റിയിലൊന്നല്ല കിട്ടാൻ പോകുന്നതെന്നൊക്കെ വിചാരിച്ച് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ കയ്യിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഇങ്ങനെ ഒരു ടോപ്പും ഈ ഒരു പാൻറ്റും ആണ് വന്നിട്ടുള്ളത്. ഒരു സിഗരറ്റ് ഫിറ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റും ആണ് വന്നിട്ടുള്ളത്. പാൻറ്റിൻ്റെ എൻഡിൽ ഈ ഒരു വോക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ പാൻറ്റൊക്കെ വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വൈറ്റ് എംബ്രോയ്ഡറി വർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നെക്ക് നല്ല ഭംഗിയുള്ള വർക്ക്, നല്ല നീറ്റായിട്ടുള്ള വർക്ക്. പിന്നെ ഈ ഒരു റൗണ്ട് കട്ടിൽ ജസ്റ്റ് വി കട്ടിങ് ആയിട്ട് അങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടാവും ഒരു പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതും ഒക്കെ തന്നെ. ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇട്ട് നോക്കിയപ്പോൾ ബാക്കിലും ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിന് സൈഡ് ഓപ്പൺ സ്ലിറ്റ് വരുന്നില്ല, സൈഡ് ഓപ്പൺ വരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു ചെറുതായിട്ടൊരു ഫ്ലെയർഡ് ആയിട്ട് അങ്ങനെ വരുന്നൊരു കുർത്തിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എല്ലാം തന്നെ ഒരു 350 സംതിങ്, 340 സംതിങ്, 370 സംതിങ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഇതിന് എനിക്ക് തോന്നുന്നു 375 എങ്ങനെയാണെന്ന് തോന്നുന്നു. സോ ഈ ഒരു ടോപ്പും ഈ ഒരു പാൻറ്റും ഓൾസോ ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പാൻറ്റും ടോപ്പും നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ചിലത് ടോപ്പ് നല്ല ഭംഗിയിൽ കാണുമ്പോൾ പാൻറ്റ് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ലല്ലോ ഈ ഒരു പ്രൈസിനൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ടോപ്പും ഈ ഒരു പാൻറ്റും വെറും ആ ഒരു 300 സംതിങ് എന്തുകൊണ്ടും വേർത്താണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈസ് ഞാൻ വന്നിട്ടുള്ള XL ആണ്, XXL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ലൂസ് ഫിറ്റിൽ ഒരു പെട്ടെന്ന് ചുരുങ്ങുകയാണെങ്കിൽ അതൊന്നും ഒഴിവാക്കാനും പറ്റും കേട്ടോ. ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് വാഷ് ചെയ്യാൻ നിൽക്കണ്ട. എന്തായാലും നമ്മൾ
നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതിൻ്റെ ഒരു നമ്മളൊരു കോട്ടൺ മെറ്റീരിയൽ അല്ല, അത് മെറൂൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് കളർ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വാഷിൽ ഫുൾ അതിലിങ്ങനെ കളർ ഇളകി പോകുന്നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റക്ക് ഇത് മാത്രമായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൻ്റെ കൂടെ വാഷ് ചെയ്താൽ ചിലപ്പോൾ ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഗൗണാണ്. ഇത് പക്ഷെ ഒരു ഫുൾ ലെങ്ത്തിൽ വന്നിട്ടില്ല, നമ്മൾ ആ ഒരു വൈറ്റിൻ്റെ അത്ര വന്നിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു കാഫ് ലെങ്ത്തിലാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വന്നിട്ടുള്ളത്. ഇട്ടിട്ട് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും ഇട്ടിട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ സെൻറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോൾ പോലെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്ക്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ലൈനിങ് വരുന്നില്ല, വിത്തൗട്ട് ലൈനിങ് ആണ് ഈ ഒരു സ്ലീവിൽ വന്നിട്ടുള്ളത്. സ്ലീവ് എൻ്റെ എലാസ്റ്റിക് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല സ്ലീവ് ഓക്കെ, ബാക്കിയൊക്കെ അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ലൈനിങ് ജസ്റ്റ് നമുക്കൊരു നീ ലെങ്ത്തിലെ ലൈനിങ് വരുന്നുള്ളൂ. ഈ ഒരു ഉള്ളിലുള്ള ഈ ഒരു ലൈനിങ് നീ ലെങ്ത് ആണ് വരുന്നത്, താഴോട്ടേക്കില്ല. അതെനിക്ക് വലിയൊരു അടിപൊളിയായിട്ട് തോന്നിയില്ല. പക്ഷേ ആ ഒരു പ്രൈസിന് വേർത്താണ് ഈ ഒരു ഗൗണ്, ആ ഒരു പ്രൈസിന് വേർത്താണ്. 300 സംതിങ് എങ്ങാനാണ് ഇതിൻ്റെ പ്രൈസും വന്നിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് വേർത്താണ്. പക്ഷെ ആ ഒരു ലൈനിങ് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങിയിട്ട് ഒരു കാഫ് ലെങ്ത് എങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായെന്ന് എനിക്ക് തോന്നി കേട്ടോ. സോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഞാൻ പറയാണ് ആ ഒരു പ്രൈസിന് ഇത് വേർത്താണെങ്കിലും ആ ഒരു ലൈനിങ് കുറച്ചുകൂടി ഒന്ന് കാഫ് ലെങ്ത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ, അങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. ഇവിടെ എലാസ്റ്റിക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. XXL എനിക്ക് ഒരു കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ, XXL ഞാൻ എടുത്തിട്ടും എനിക്ക് ബാക്കിയൊക്കെ കറക്റ്റ് ഫിറ്റാണ്, കാഫ് ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. സോ ഇട്ടിട്ട് സൈഡിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ട് നല്ല ഭംഗിയിലൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനൊരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. സോറി, ഞാൻ ബെൽറ്റ് പറഞ്ഞല്ലോ, ഇതിനൊരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ബെൽറ്റ് ഇതിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എനിക്കിത് ബെൽറ്റ് ഇടാതെയാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. കാരണം കുറച്ച് ഇങ്ങനെ ഫിറ്റായി കിടക്കുന്നതിനോട് എനിക്കതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ബെൽറ്റ് ഇട്ടിട്ടും ഒക്കെ നല്ല ഭംഗിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം വേർത്തായിട്ടുള്ള ഒരു ഗൗണാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ അടുത്തത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത്രയുള്ളൂ കേട്ടോ. 1 2 3 4 5 5 ഡ്രസ്സുകളാണ് നമ്മളിന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പോയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ ബേബി ഇവിടെ ഉറങ്ങുന്നുണ്ട്, സുയി ഉറങ്ങാണ്, സുയി എണീറ്റിട്ടില്ല. സോ സുയി എൻ്റെ മോളാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.